ഹായ് ഗൈസ്, ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ നമ്മൾ ഫിഷിങ്ങിന് പോവാണ്. അപ്പോൾ നമ്മൾ അതിന് വേണ്ടിയിട്ടുള്ള ഫിഷിങ്ങിൻ്റെ അതും റോഡും ഒക്കെ മേടിക്കാൻ വേണ്ടിയിട്ട് വന്ന കേട്ടോ. നമുക്ക് ഫിഷിങ് സത്യം പറഞ്ഞാൽ അറിയത്തില്ല, വെറുതെ ട്രൈ ചെയ്യാൻ വേണ്ടി പോകും. അപ്പോൾ നമ്മളിവിടെ അജ്മാനിലാട്ടോ വന്നിരിക്കുന്നത്. ഇവിടെ ഫിഷിംഗ് സ്പോട്ടുണ്ട്. അപ്പോൾ ഇവിടെ അതിൻ്റെ അടുത്ത് തന്നെ ഒരു കടയിൽ നമ്മൾ സാധനമൊക്കെ മേടിക്കാൻ വേണ്ടി വന്ന കേട്ടോ. ഏട്ടൻ ഇപ്പം അങ്ങോട്ട് പോയിട്ടുണ്ട്, നമുക്കും കൂടെ പോവാം. ഞങ്ങൾ അവിടുന്ന് മേടിച്ചില്ല. ഞങ്ങൾ ഇച്ചിരി ബ്രാൻഡഡാ, പക്ഷെ നമ്മൾ സ്റ്റാർട്ടിങ് ആയതുകൊണ്ട് നമ്മൾ വിചാരിച്ചു വേറൊരു കടയിലൂടെ നോക്കാം. അവർ തന്നെ പറഞ്ഞ വേറൊരു കടയിൽ ഇച്ചിരി വില കുറഞ്ഞ് കിട്ടും. നമുക്ക് ജസ്റ്റ് ഒന്ന് പഠിക്കാൻ വേണ്ടിയിട്ടല്ലേ. അപ്പം നമ്മൾ വേറെ കടയിൽ, ഇവിടെ അടുത്തടുത്ത് ഒത്തിരി കടകളുണ്ട്. അപ്പം നമ്മൾ വേറെ കടയിൽ നോക്കാൻ വേണ്ടി വന്നു കേട്ടോ. പറയും നല്ല റേറ്റാണ് കഴിച്ചത് എല്ലാം. फिशिंग कर लिया या तो ये सब हो गया, तब ये जोर से कभी ऐसा जोर से बंद नहीं कर रहा। हम लोग कभी कभी ऐसा जोर से बंद कर देते हैं, इससे ज़्यादा जोर ये वाला खुल जाएगा। ऐसा ग्लू है, तो ये खुल सकते हैं। तो आराम आराम से बस प्रेस करो ऐसे करके। കിട്ടിപ്പോയി, പക്ഷെ ചെയ്യാൻ അറിയത്തില്ല. അല്ല, അറിയാമോ, യൂട്യൂബ് നോക്കി പഠിക്കണം. ഇനിയും അവിടെ പോയിട്ട് യൂട്യൂബ് നോക്കി പഠിക്കണം. ചുമ്മാ ചെയ്യാടി, ഇതൊക്കെ ഇല്ലല്ലേ കിട്ടിയാ. എന്തായാലും നമുക്ക് ചെയ്ത് നോക്കാം, അല്ലെങ്കിൽ ഇഷ്ടമെങ്കിലോ. അങ്ങനെ അല്ലല്ലോ, എന്നെ എന്തിനാണ് എടുക്കുന്നത്? പിന്നെ വേറെ ആരും എടുക്കുന്നത്. ഗൈസ്, നമ്മളിവിടെ എത്തി. ഞങ്ങളിവിടെ വന്നു ഗൈസ്. പക്ഷെ മീൻ പിടിക്കാൻ എല്ലാവരും മീൻ പിടിക്കുന്നുണ്ട്, ഞങ്ങൾക്ക് മീൻ പിടിക്കാൻ അറിയത്തില്ല. അതുകൊണ്ട് ഞങ്ങൾ കട്ടൻ കുടിക്കുന്നു, മീൻ പിടിക്കാൻ ട്രൈ ചെയ്തു. ഇവിടെ ഇരിക്കുന്നവരുടെയൊക്കെ വലിയ എന്തെന്ന് പറയുന്നത് റോഡോ ആ സാധനം, നമ്മുടെ ചെറുത് നല്ല രസമാണ്, നല്ല റാറ്റ്. ഞങ്ങൾ നല്ല ചൂട് കട്ടൻ കൊടുക്കും. അതിൻ്റെ ഈ സെയിം ഡ്രസ്സ് എനിക്ക് വേറെ വ്ളോഗിൽ ഇടാൻ പറ്റില്ല. എനിക്കിതേ ഉള്ളു ഗൈസ് ഡ്രസ്സ്, എനിക്ക് മേടിച്ച് തരത്തില്ല. അവർക്ക് മീൻ കിട്ടി, അവരെടുക്കട്ടെ. ഓ, എൻ്റെ ഒന്നും ഇല്ലടാ. അയ്യോ, എൻ്റെ ഒന്നും ഇല്ലായിരുന്നു. അവർ വീട്ടിൽ പോവായിരുന്നു തോന്നുന്നു. കള്ള ജീവാ, എന്നെ കൂട്ടാതെ കഴിച്ചല്ലേ. അവർക്കൊന്നും കിട്ടിയില്ല, തിരിച്ചെടുത്ത് ഒന്നുമില്ല. അങ്ങനെ എന്നെ ഇങ്ങനെ നോക്കുന്നേ. ചെറുക്കാൻ എല്ലാം പഠിക്കും. ക്യാമറ അടിക്കാൻ പോകും. എന്റെ ക്യാമറ ഒക്കെ തള്ളി. ഇതിന്റെ ഇടയിൽ എലിയുണ്ട്. കഴിഞ്ഞ വർഷം നമ്മളിവിടെ വന്നപ്പോ വലിയ പൊനത്തെ എലി. ഞാൻ കാണിച്ചു തന്നില്ലല്ലോ. എന്താ ഒരു പക്കിയത് പോയെ വേണ്ട. ഇവൻ വേണ്ട, ഇവൻ എന്റെ ക്യാമറ ഇപ്പൊ തല്ല. ഇതിന്റെ വണ്ടിയെ ചാടാൻ പോകുന്നടാ. ഇതേണ്ട ഇവിടെ ആക്ച്വലി പാറ പോലെ, അതൊക്കെ ഒഴിക്കും. ഞാൻ പേടിപ്പിച്ചു വിട്ടിട്ടുണ്ട്. അവിടെ ഒരു പേടിയില്ലാത്തൊരു ഇതുകൊണ്ടോ ഇപ്പം അവരുടെ ഇത് കളഞ്ഞു. ആ പറയാൻ വന്നത്, ഇവിടെ ഇങ്ങനെ കല്ല് പോലത്തെ സ്ഥലം, അവിടെ കണ്ട ഓരോരുത്തർ ഇങ്ങനെ ചൂണ്ട ഇട്ട് വെച്ചിരിക്കും കേട്ടോ.
നമുക്ക് കിട്ടത്തൊന്നുമില്ല കേട്ടോ, ഉറപ്പാണ്. നമ്മൾ പഠിക്കാൻ വന്നവരാ, ബിഗിനേഴ്സ്. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്തു അല്ലേ, അതുകൊണ്ട് നമ്മൾ ചെറിയ ചൂണ്ടയാണ് മേടിച്ചത് പഠിക്കുന്നവർക്കുള്ള. ഇതിപ്പോൾ കിട്ടത്തൊന്നുമില്ല, എന്തായാലും കിട്ടിയാൽ നല്ലത്. നമ്മൾ ചെറിയ ചൂണ്ട മേടിച്ച പഠിക്കാൻ വേണ്ടിയിട്ട് മേടിച്ചതാ, ചെറിയ ചൂണ്ടയാണ്. അതുകൊണ്ട് കിട്ടത്തൊന്നുമില്ല. പഠിക്കുക, എന്നിട്ട് പഠിച്ച് നമ്മൾ അതിലൊന്ന് നമുക്കൊന്ന് സെറ്റായി കഴിഞ്ഞാൽ വലിയ ആളാകുമ്പോൾ നമ്മൾ വലിയ ചൂണ്ട മേടിച്ചിട്ട് വലിയ മീനെ പിടിക്കും. ഇപ്പം നമ്മൾ പഠിക്കാൻ വന്നത്, അതുകൊണ്ട് ചെറിയ ചൂണ്ട മേടിച്ചു. അതുകൊണ്ട് അതാ ചിലപ്പോൾ ആ ചൂണ്ട ഒടിഞ്ഞു പോകുമെന്ന് തോന്നി, എനിക്കറിയത്തില്ല. പിന്നെ ഇതിൽ നിന്ന് കിട്ടുന്ന മീൻ എന്തെയും ചെയ്യുന്നത് പൂച്ചയ്ക്ക് കൊടുക്കും. കിട്ടത്തില്ല ഇവിടെ, ഇത്ര വിടം ചായ അങ്ങ് തണുത്തു. ഇവിടെ ഈ പൂച്ച ശരിയല്ല കേട്ടോ, ഇങ്ങനെ നടക്കുവോ. ലോണ്ട നിന്റെ വണ്ടീന് മണത്തില്ല, ഓടിച്ച് കളയടിക്കുന്നു. ഞാൻ കാരണക്കുറ്റി അടിച്ച പോട്ടിക്ക് എന്റെ നോക്കി ഈ ഞങ്ങളിവിടെ വന്നിട്ട് 15 മിനിറ്റായി. ഈ 15 മിനിറ്റ് ഇവിടെ ആർക്കും മീൻ കിട്ടിയിട്ടില്ല ഇത്രയും വലിയ ഇതുള്ളത്. അപ്പം നമുക്ക് കിട്ടുമോ? അത് യൂട്യൂബിൽ നോക്കി പഠിക്കുക ചെയ്താ. ഇത് വേണം, ലൈറ്റ് വേണം. എൻ്റെ ലൈറ്റ് അറ്റത്തോട്ടൊന്നും പോവല്ലേ. ആ പൂച്ചാണോ ഉണ്ടെങ്കിൽ ഇവിടല്ലേ വീശി എറിയണം. അറിയത്തില്ല, ഇന്ന് എനിക്കറിയാതെ ഓടിക്ക ഇഷ്ടപ്പെട്ടില്ല. ജീവ അങ്ങോട്ട് പോണ്ട, ഇവിടെ എന്നാ മതി. കല്ല, എനിക്ക് പേടിയാ ജീവന്. ദൂരത്ത് പോയില്ലയോ? ദൂരത്തോട്ട് പോയില്ലയോ ഒന്ന്? ദൂരത്തോട്ട് പോയില്ലയോ? കല്ലി കുരുങ്ങി കാണും അല്ലേ, തട്ടി. ഇച്ചിരി ദൂരത്തോട്ടാണ്, ഇവിടെയൊക്കെ കല്ലുണ്ട്. എന്തോ പറ്റി? എതിരൊന്നും കാണാൻ വയ്യ. എവിടെ? ഈ അറ്റത്താണ് വിട്ടേ. സൂക്ഷിക്കണേ. ഇങ്ങോട്ട് നോക്കിയേ. പാമ്പുണ്ടോന്നൊന്നും എനിക്കറിയത്തില്ല. രണ്ടൊരു പൂച്ച അങ്ങ് അറ്റത്തെ വിളച്ചിലാണ് നടക്കുന്ന രണ്ടെണ്ണം. ആ ഒരു പൂച്ച കേട്ടോ അസുഖം കൂടുതൽ. അവിടെ സൂക്ഷിച്ചിരിക്കണേ. ഇത്രയും താഴത്തോട്ട് ഇറക്കാം, നമുക്ക് ഇച്ചിരി ഡേഞ്ചർ അയച്ചിട്ട്. ഈ സൈഡ് ഒരു കെട്ട പൂച്ചയുണ്ട് ഇവിടെ, നല്ല ഡേഞ്ചറായിട്ടുള്ളൊരു സ്ഥലം. കൊത്തുന്നുണ്ടോ? എന്താണെങ്കിലും കിട്ടിയാ കിട്ടി. ഇത് വലിച്ചോണ്ട് പോകുന്ന ഒരു ഫീൽ ചെയ്യുന്നെങ്കിൽ തിരിച്ചു വലിച്ചാൽ മതി. പിന്നെ ഗൈസ് അടിപൊളി ബാക്ക്ഗ്രൗണ്ടാണ് കണ്ട, ഡോഗ് ക്രൂസ് പോകുന്നുണ്ടോ ബാക്ക്ഗ്രൗണ്ടിൽ കൂടെ. അവിടെ നിന്ന് ക്യാമറ ഫ്ലാഷ് അടിച്ചാണ്ട അവരതിനകത്തുള്ളവരാ. ഫിഷിംഗ് ഫ്രീക്ക് അഞ്ജലി.
അഞ്ചിയുടെ പുറകിലൊരു പൂച്ച വരുന്നുണ്ട്. അനങ്ങണ്ട, നീ ചാടല്ലേ. മീനിന്റെ മണം വരുന്നെന്ന് തോന്നുന്നു. സ്ഥിരം എക്സ്പീരിയൻസ് ഉള്ള ഇവിടുന്ന് ആൾക്കാരുടെ മീന് ചവച്ച് നിന്നതെന്ന് തോന്നുന്നു. അതാണ് നമ്മുടെ സമ്മർദ്ദം. ചെയ്യുമ്പോഴാ ലോക്ക ഇത് ചെയ്യണ്ട. എടുക്ക, തിരിക്കടി അങ്ങോട്ട്. മുന്നോട്ടോ ബാക്കിലോട്ടോ ആക്കുക. അപ്പോൾ അനങ്ങും അത്. നീ ഹാൻഡിലെ പിടിച്ചിട്ട് തിരിക്കാൻ ചൂ. ഹാൻഡിലെ പിടി, ഒടിക്കുവോ നീ? അങ്ങനെ വരുന്നുണ്ടോ? എന്തോ കടിച്ചിട്ടുണ്ട്. അല്ല, അത് പ്ലാസ്റ്റിക് തന്നെ. ഒന്നും കടിച്ചിട്ടില്ല. അങ്ങനെ ജീവന്റെ മീൻപിടുത്തം കഴിഞ്ഞു. 3 വട്ടം ഇട്ട് കഴിഞ്ഞപ്പോ ജീവന് മതിയായി. ജീവൻ പറഞ്ഞു ഇനി വയ്യാന്ന്. ജീവന്റെ മീൻപിടുത്തം കഴിഞ്ഞു. ഇതാണ് ജീവനെ കൊണ്ട് ഒന്നിനും പറ്റത്തില്ല. ജീവൻ ക്ഷമയില്ല ജീവന്. അങ്ങനെ ജീവന്റെ മീൻപിടുത്തം കഴിഞ്ഞ് ഇനി പോയാലോ? വീട്ടില് പോയാലോ? വീട്ടിൽ ഇനി അതേലൊക്കെ തൊട്ടി വിരകിയിട്ടിട്ട് ചായ. അറിയില്ല. ഗ്രേവി ഉണ്ടെങ്കിൽ ഗ്രേവി വാല പോയി. ഇനി അതെടുക്കണ്ട്. മീൻ ഫ്രൈ അല്ലേ ഇത്? ഇത് ഹെർബൽ റൈസ്. ഹെർബൽ റൈസ് ഫ്രൈ. ജീവൻ പിടിച്ച മീൻ കിട്ടാത്ത. ഞാൻ പിടിച്ച മീനാണ്. ഞാൻ പിടിച്ച മീൻ. ഇത് ഹെർബൽ റൈസ്. കൊള്ളോ? എനിക്ക് ഈ സാധനം ഇഷ്ടം. ഇത് ഡാൽ കറി. ഡാൽ ഇത് അല്ല, അതൊരു ചമ്മന്തി പോലത്തെ സാധനം. ഇഞ്ചിക്കറി പോലെ അല്ലേ? മീനും കണ്ടെന്ന് പറ. മീൻ അല്ലാതെ കഴിച്ചു നോക്ക്. നല്ലതാണോ? നല്ല മീനാ. എൻ്റെ പേരെന്ത് പറഞ്ഞു? സ്നാപ്പറോ? അതും റെഡ് സ്നാപ്പറും മറ്റേ നമ്മളെ ചെങ്കലോ അറിയില്ല. ആദ്യമേ നമ്മളിവിടെ വന്നപ്പം കിട്ടുന്ന റൈസിലായിരുന്നു അത്രയും ഫ്ലേവർ ഇപ്പം ഇല്ല. നമ്മുടെ ഈ പുളിവെള്ളത്തിൽ എനിക്ക് ഇഷ്ടപ്പെട്ടു. പക്ഷെ അത് ഇച്ചൂടെ ഫ്ലേവറാണ്. അതെയോ? അഞ്ചു മീൻ കഴിക്കാൻ പോവാണ് ഗൈസ്. ഞാൻ 2025 മീൻ കഴിക്കുമെന്ന് പ്രോമിസ് ചെയ്തിട്ടുണ്ടായിരുന്നേ. ഞാൻ മീൻ ട്രൈ ചെയ്യാൻ പോവാ. കുറച്ച് ട്രൈ ചെയ്യാവേ. ചൂട് മീനിന്റെ കഷ്ണം കഴിയട്ടെ. ഇറക്ക്. അതല്ലേ? എന്നാ ഫുള്ള് എടുക്ക്. എടുക്കടിയോട്ട്. കമോൺ കമോൺ. അത്രേ ഉള്ളു. ഇതൊക്കെ ഇങ്ങനെ സ്റ്റാർട്ട് ചെയ്യുന്ന. പിന്നെ വലിയ ചൂടില്ല. ഊത്. അങ്ങനെ 5
എനിക്ക് എന്റെ വാക്ക് ഞാൻ പാലിച്ചു. എന്റെ വാക്ക് ഞാൻ പാലിച്ചു. വെരി ഗുഡ്. അതെ. പക്ഷെ ഇത് വേറൊരു മസാല ഇത്. അതുകൊണ്ട് എനിക്ക് മീനിന്റെ ഫ്ലേവർ അങ്ങനെ എടുത്ത് കിട്ടുന്നില്ല സത്യം പറഞ്ഞാൽ. അതോ എനിക്ക് പനിയായിട്ട് ടേസ്റ്റ് കിട്ടാത്തതാണോന്ന് എനിക്കറിയത്തില്ല. എനിക്ക് മീനിന്റെ ഫ്ലേവർ ഉണ്ട്. പക്ഷെ എനിക്ക് ഇഷ്ടപ്പെട്ട ടേസ്റ്റ് അതാ സത്യം. ഇഷ്ടപ്പെട്ട പക്ഷെ ഇനി ചെറുപ്പം കഴിക്കത്തില്ല മീനായിട്ട്. പക്ഷെ ടേസ്റ്റ്. അപ്പൊ ഞങ്ങളിതേ ഫുഡെല്ലാം കഴിച്ചിട്ട് വേറെ കുറച്ചിടത്ത് പോകാനൊക്കെ പ്ലാൻ ഉണ്ടായിരുന്നു കേട്ടോ, നമ്മുടെ ജാപ്പനീസ് ചീസ് കേക്ക് ഒക്കെ കഴിക്കാൻ. പക്ഷെ പോയ വഴിക്ക് വഴി തെറ്റിയൊക്കെ പോയി. അപ്പൊ ഞങ്ങൾ വെച്ച് ഇനി അത് പിന്നെ ഒരിക്കലും ആക്കാന്നൊക്കെ വിചാരിച്ചു. ഞങ്ങളിത് ഇപ്പം നേരെ വീട്ടിലെത്തി. അപ്പൊ ഇന്നത്തെ വീഡിയോ ഇതായിരുന്നു കേട്ടോ. അപ്പൊ എല്ലാവർക്കും ഇഷ്ടമാണെന്ന് വിശ്വസിക്കുന്നു. നമുക്ക് അപ്പം അടുത്ത വീഡിയോയിലേക്ക് കാണാം. അതുവരേക്കും ബൈ.